കർമ്മലമാത യൂണിറ്റ് വാർഷികത്തിൻ്റെ അധ്യക്ഷയായിട്ടുള്ള യൂണിറ്റ് പ്രസിഡന്റ് ലിസ റോയ്, നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ബിസ്റ്റൻ കൂള അച്ഛൻ, സ്നേഹമുള്ള കൊച്ചച്ഛൻ ആക്ടൻ, ഡീക്കൻ അഖിൽ, അതുപോലെ തന്നെ യൂണിറ്റ് ഭാരവാഹികളെ, കേന്ദ്ര സമിതി കൺവീനർ വിജോ കിഴക്കുടൻ, നടത്തുകൈക്കാരൻ ഐവിൻ, കൈക്കാരനായിട്ടുള്ള തോമസ് ഏട്ടൻ, പ്രതിയോ സെക്രട്ടറി സെബി തട്ടിൽ, യൂണിറ്റിൻ്റെ മറ്റ് ഭാരവാഹികളെ, സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള യൂണിറ്റ് അംഗങ്ങളെ, ആദ്യമേ തന്നെ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പാപ്പച്ചൻ ചേട്ടൻ പറയുകയുണ്ടായി, ഏതാനും കുറച്ച് വർഷങ്ങളായിട്ട് യൂണിറ്റ് വാർഷികം നടത്തിയിട്ടില്ല. അതിനുശേഷമാണ് ദീർഘകാലത്തൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വാർഷികം നടത്തുന്നത്. വളരെ മനോഹരമായിട്ട് സ്റ്റേജൊക്കെ അലങ്കരിച്ച് ലൈറ്റുകളൊക്കെ ഇട്ട് നിങ്ങൾ വളരെ ഒരുക്കത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്നെനിക്കറിയാം. കാരണം ഞങ്ങളെ ഈ ഒരു ദിവസത്തേക്ക് വിളിക്കാൻ തന്നെ പല പ്രാവശ്യവും യൂണിറ്റ് ഭാരവാഹികൾ വരികയും പിന്നെ ഫോണിലൂടെ ഇന്നടക്കം വിളിച്ച് വാർഷികത്തിൻ്റെ കാര്യം പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്രയേറെ ഒരുക്കത്തോടുകൂടെ തന്നെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല ഒത്തിരി കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും എൻഗേജ്ഡാണ് എന്ന് അറിയുകയുണ്ടായി. ഈ അവസരത്തിൽ നമുക്കറിയാം, ഒരു വാർഷിക ആഘോഷം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സാധാരണ കുടുംബ കൂട്ടായ്മ മീറ്റിങ്ങുകൾ പോലെയല്ല. നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളും ഒന്നു ചേർന്ന് ആഘോഷമായി നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൽ നമ്മൾ കലാപരിപാടികളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ആശംസാ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെയായി വളരെ ആഘോഷമായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുന്നൊരു സമയം. അത് വാസ്തവത്തിൽ നമ്മുടെ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു അടയാളമായിട്ട് നമ്മൾ നടത്തുന്ന കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ പണ്ടൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ യൂണിറ്റ് ഭാരവാഹികൾ അല്ലെങ്കിൽ യൂണിറ്റ് അംഗങ്ങളൊക്കെ തന്നെയാണ് എല്ലാം ചെയ്തിരുന്നത്. ഇന്ന് പിന്നെ ഇന്നത്തെ കാലഘട്ടം മാറി എന്ന് നമുക്കറിയാം. പണ്ട് കല്യാണങ്ങളായാലും വീട്ടിലെന്ത് ആഘോഷങ്ങളായാലും അടുത്തുള്ളവരും ബന്ധുക്കളൊക്കെ ചേർന്ന് ഒന്നിച്ച് ഭക്ഷണം ഒരുക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. തലേദിവസം തന്നെയൊക്കെ വീട്ടിലേക്ക് വരികയും ഒക്കെ. പക്ഷേ ഇന്ന് ആ രീതിയൊക്കെ മാറി. ഇപ്പോൾ എല്ലാം തിരുനാളുകൾക്ക് പോലും വീടുകളിൽ ഭക്ഷണം വയ്ക്കുന്നൊരു രീതി ഇപ്പോഴില്ല. എല്ലാവരും കേറ്ററിംഗുകാരെയും അതുപോലെ തന്നെ അങ്ങനെ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴെല്ലായിടത്തും ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യൂണിറ്റിലും അത് തന്നെയാണ് മിക്ക യൂണിറ്റുകളും ചെയ്യുന്നത്. ചുരുക്കം ചില യൂണിറ്റുകൾ അവർ നന്നായിട്ട് ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് അവർ ചെയ്യുന്നതുമുണ്ട്. ഏതായാലും നമ്മൾ വളരെ ഒരുക്കത്തോടു കൂടെ ചെയ്യുന്ന ഈ ഒരു ആഘോഷം അത് നമ്മുടെ കൂട്ടായ്മയെ വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകണം. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഇടവകയിൽ 30 കുടുംബ കൂട്ടായ്മകളുണ്ട്. ഈ 30 കുടുംബ കൂട്ടായ്മകളും ഒന്ന് ചേരുമ്പോഴാണ് നമ്മുടെ ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ ഇടവക പൂർണ്ണമാകുക. അപ്പം അതിൽ ഒരുപക്ഷെ ഈ അതിർത്തി കാവൽക്കാർ എന്ന് പറയുന്ന പോലെ അതിർത്തിയിൽ കഴിയുന്ന ഒരു യൂണിറ്റാണ് കർമ്മല മാതാ യൂണിറ്റ്. അതേസമയം തന്നെ യൂണിറ്റ് പള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ അടുത്താണ് എന്നുകൂടെ പറയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് ലിസ റോയി ആയാലും സെക്രട്ടറി ലിജോ ആയാലും അതുപോലെ തന്നെ ട്രഷറർ സെബാസ്റ്റ്യനായാലും അതുപോലെ മറ്റ് ആരായാലും യൂണിറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ മീറ്റിങ്ങുകൾക്കായാലും മറ്റ് പ്രവർത്തനങ്ങളിലേക്കായാലും എന്ത് കാര്യത്തിനും വളരെ ഉത്സാഹത്തോടു കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒത്തിരി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ ഈ ഒരു സമയം ഞാനതിന് നന്ദി പറയാൻ കൂടി ഈ സമയം ഉപയോഗിക്കുകയാണ്. കാരണം നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പള്ളിയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും ഒത്തിരിയേറെ സഹകരിക്കേണ്ട ഒരു സമയം കൂടിയാണ്.
ഇവിടെ പാപ്പച്ചേട്ടൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, നമുക്ക് ഏറ്റവും നല്ലൊരു പള്ളി തീർച്ചയായിട്ടും നമുക്ക് പണിയാനായിട്ട് സാധിക്കും. അത് തീർച്ചയാണ് നമുക്ക് സാധിക്കും. അതിന് നമ്മളെല്ലാവരും ഒരുപോലെ കൈയടഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഞാനിവിടെ വീടുകളിലൊക്കെ, നിങ്ങളുടെ എല്ലാ വീടുകളിലൊക്കെ കയറിയിട്ടുണ്ട്. കുറേ വീടുകളൊക്കെ വളരെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. കുറേ വീടുകൾ ഇനിയും അവർക്ക് സഹകരിക്കാൻ പറ്റുന്ന ആളുകൾ ഒത്തിരി പേര് പിന്നാക്കം നിൽക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടവക ദേവാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇടവകയുടെ കേന്ദ്ര ബിന്ദുവാണ്. അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അപ്പം അതിന് ആരെങ്കിലുമൊക്കെ ഇതിൽ പിന്നാക്കം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാനായിട്ട് മുന്നോട്ട് വരണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇതിനോട് സഹകരിക്കാതെ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തി ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെയുമൊക്കെ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അവസരം കൂടിയാണ് ഈ വാർഷികം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് പാട്ട് പാടിയും ഡാൻസ് കളിച്ചും മറ്റ് സ്കിറ്റും മറ്റു കാര്യങ്ങളും കലാപരിപാടികളും ഭക്ഷണവും ഒക്കെയായിട്ട് ഒന്നിച്ച് ഒരേ മനസ്സോടും ഹൃദയത്തോടും കൂടെ നിൽക്കുന്നൊരവസ്ഥ, അത് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു അടയാളമാണ്. നമുക്കറിയാവുന്ന പോലെ ഒരു സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുന്ന കുടുംബ കൂട്ടായ്മകളും ആ കുടുംബ കൂട്ടായ്മകൾ ഒന്നു ചേരുന്ന ഇടവകയും ഇടവകൾ ചേരുന്ന രൂപതയും രൂപതകൾ ചേരുന്ന അതിരൂപതകളും അതുപോലെ തന്നെ സഭകളും, അങ്ങനെയാണ് നമ്മളെ ആ സഭയുടെ ഘടന തന്നെ. അപ്പോൾ ഏറ്റവും ചെറിയ തലത്തിൽ പോലും നമ്മുടെ ആ സഭയുടെ പതിപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ചിലപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പം നമ്മുടെ പള്ളിപ്പണിയുടെ കാര്യത്തിലാണെങ്കിലും തുടക്കത്തിൽ കുറച്ച് എങ്ങനെ വേണം എന്നുള്ള വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആദ്യം നമ്മൾ അതിൻ്റെ ചോർച്ച മാറ്റിയാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വിപുലമായ വിധത്തിൽ ചെയ്യണമെന്ന് നോക്കി. അതുകൊണ്ടും അത് മുഴുവൻ നമ്മുടെ പൈസ വേസ്റ്റ് ആവുകയുള്ളൂ എന്നുള്ള വിദഗ്ധമായ അഭിപ്രായങ്ങൾ പലയിടത്തു നിന്നും വന്നതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എഞ്ചിനീയർമാരെ കണ്ട് അവരെ കാണിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവസാനം നമ്മൾ ഇത് പുതിയ പള്ളിയായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഈ ഇത്ര നല്ല പള്ളി പൊളിച്ച് ഇപ്പം ഇങ്ങനെ വേറെ പള്ളി പണിയത്. നമ്മളത് പൊളിച്ചപ്പോഴാണ് വാസ്തവത്തിൽ അതിൻ്റെ പൊള്ളത്തരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബലഹീനതകൾ നമ്മൾ മുഴുവനായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ വർഷങ്ങളായിട്ട് 81 പണിത പള്ളിയാണ്. അതിന് അത്യാവശ്യം അത് പൊളിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ബോധ്യമായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടവക്കാരുടെ ഭൂരിഭാഗം ഒരു 82% പേരും അതിനോട് യോജിച്ചതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ അതിന് ഒത്തിരി പേര് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ കുറച്ച് പേര് അതിനോട് നിസ്സഹകരണമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നിസ്സംഗതയോടുകൂടെ മാറി നിൽക്കുന്നവരുമുണ്ട്. അത് മാറി എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ് ദേവാലയം. അതിന് നമുക്ക് സാധിക്കുന്ന വിധത്തിലൊക്കെ നമ്മളതിനോട് സഹകരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കുടുംബ കൂട്ടായ്മയുടെ ഈ ഒരു വാർഷികാഘോഷം ഏറ്റവും മനോഹരമായിട്ട് നടത്താൻ സഹകരിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഇനി കലാപരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ദീർഘമായിട്ടധികം ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഇടവകയ്ക്ക് ചെയ്യുന്ന എല്ലാ സേവനത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് യൂണിറ്റ് ഭാരവാഹികൾ നമ്മുടെ കളക്ഷൻസും അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്നു. അവർ വളരെ ത്യാഗത്തോടുകൂടി, നമുക്ക് അറിയാവുന്ന പോലെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക കൂലിയും കിട്ടാത്ത ഒരു ജോലിയാണ് ഇതൊക്കെ. പള്ളിയുടെ എല്ലാ ശുശ്രൂഷകളും മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ്. കൈക്കാരനായാലും അല്ലെങ്കിൽ പ്രതിനിധിയോഗ ഭാരവാഹികളായാലും യൂണിറ്റ് ഭാരവാഹികളായാലും ഒക്കെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവനമാണത്. ആ സേവനത്തിന് പ്രതിഫലം നൽകുന്നത് ദൈവമാണ്. ഒരുപക്ഷേ യൂണിറ്റ് ഭാരവാഹികൾ ഒത്തിരി പേര് പരാതി പറയാറുണ്ട്. ചെല്ലുമ്പോൾ വീട്ടിൽ വഴക്ക് പറയുന്നു, ചീത്ത പറയുന്നു, പള്ളിയുടെ വിമർശനങ്ങൾ അല്ലെങ്കിൽ അച്ഛനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് അവരോട് പറഞ്ഞ് അവരെ ചീത്തയാ പറയുന്നു എന്നൊക്കെ. പക്ഷെ അതൊക്കെ സഹിച്ചും യൂണിറ്റ് ഭാരവാഹികൾ അത് തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അപ്പം അതിനുള്ള പ്രതിഫലം നൽകുന്നത് കർത്താവാണ്. അവർ ആ ഒരു ചിന്തയിൽ ആ പ്രവൃത്തി ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. ഈ അവസരത്തിൽ നിങ്ങളുടെ ഈ യൂണിറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ഈ വാർഷിക ആഘോഷം
ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്.